അനുഗ്രഹിക്കണേ എന്ന് ഞാൻ ഓർത്തുപോയി. അപ്പൊ വേറൊരാളും ഉണ്ട് അവിടെ നിന്ന്. ഇപ്പോൾ അവർക്ക് അനുഗ്രഹം കിട്ടിയുമില്ല, എന്നെയാണ് അനുഗ്രഹിച്ചത്. എന്നെ അനുഗ്രഹിച്ച് അങ്ങ് ഒന്ന് തന്നെ അങ്ങ് ഞാൻ ആ സന്തോഷം എറണാകുളം വരെ ഇങ്ങനെ അമ്പലിച്ചേട്ടൻ എന്നെ അനുഗ്രഹിച്ചല്ലോ ദൈവമേ. സന്തോഷം കൊണ്ട് ഹൃദയം ഇങ്ങനെ അങ്ങ് സന്തോഷം കണ്ണുനീരായിട്ടൊക്കെ എനിക്ക് പോകുന്നായിരുന്നു. എന്ന് കഴിഞ്ഞപ്പോൾ ടോട്ടലി കംപ്ലീറ്റ് എന്താ പറയണേ, അപ്പിയറൻസും കഥാപാത്രവും ഞാൻ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ അവിടെ ഞാൻ ഉദ്ദേശിച്ച് ചെന്നത് ഒന്ന്, അവിടെ ചെന്ന് ചെയ്തത് വേറെ. അങ്ങനെയാണ് ആ കഥാപാത്രം. അങ്ങനത്തെ ഒരു പടമല്ല. ഇതൊരു ഡയലോഗുകൾ വേണമെന്നില്ല. നമ്മുടെ ഒരു ലുക്ക് മതി, നമ്മുടെ ഒരു നോട്ടം മതി. ഒരു നോട്ടവും ഒരു ലുക്ക് കൊണ്ടും ഒക്കെ ഒരു പടം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക. അപ്പം നമുക്കൊരു ഗെയിം സെക്ഷനിലേക്ക് അതുകൊണ്ടോ? ചെറിയ വലിയ ടാസ്ക് ഒന്നും ഇല്ല. അപ്പൊ ചേച്ചി അഭിനയിച്ച സിനിമകളിലെ ചേച്ചി പറഞ്ഞ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ ആ സിനിമ ഏതാന്ന് കണ്ടുപിടിക്കാം. ഡയലോഗ് നോക്കിയിട്ട് ആ സിനിമ ഏതാന്ന് കണ്ടുപിടിക്കാം. സ്റ്റാർട്ട് ചെയ്താലും ധനുഷിന്റെ മൂവിയല്ലേ തൊടരി? അതന്നെ. തൊടരി ആ ഒരു സെറ്റിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അതൊരു ഭയങ്കരല്ലേ. അത് നമുക്ക് എന്താ പറയാ, സന്തോഷം തരുന്ന ഓരോ കാര്യങ്ങളാണ് ധനുഷുമായിട്ടുള്ള ഒരു പടവും. അതുതന്നെ പ്രഭു സോളമൻ സാറ് ഡയറക്ഷൻ, നമ്മുടെ ജോഷി സാറിനെ പോലെയുള്ള അത്രയും നല്ല ഡയറക്ടറാണ്. ഞാൻ പ്രഭു സോളമനെ കണ്ടപ്പോൾ ഞാൻ ജോഷി സാറിനെ എനിക്ക് ഓർമ്മ വരുന്നു. സാറ് നല്ല പെർഫെക്റ്റായിട്ട് സാറിന് അഭിനയിക്കണം, നല്ല സാറ് സമ്മതിക്കൂല. ഞാൻ ജോഷി സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഗുഡ് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് അഭിനയിക്കുമ്പോൾ. സാറ് അഭിനയിച്ചില്ലേ സാറ് വഴക്ക് പറയും, പബ്ലിക്കായിട്ട് സാറ് ചീത്ത പറയും, അത് വേറെ കാര്യം. പക്ഷെ നന്നായിട്ട് അഭിനയിച്ചാലോ ഗുഡ് 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 ഗുഡ്, അത് കേൾക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണ്. കാരണം നമുക്ക് ഒന്നും കൂടെ ഒരു എനർജിയാണ് നമുക്ക് സീരിയസ് അഭിനയിക്കാനേ. പല ആൾക്കാർ, അസോസിയേറ്റ് ആൾക്കാർ പറയും പൊന്നു വന്നു ഗുഡും മേടിച്ചു, ഞങ്ങൾ ചീത്തയും കേട്ടത്. കാരണം അസോസിയേറ്റ് അവിടെ എവിടെ പോയി ഇവിടെ പോയി സാറോടെ കിടന്ന് ഒച്ചയിടുമല്ലോ. ഞാനൊക്കെ സീരിയസൊക്കെ അഭിനയിക്കുമ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഗുഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സാറിൻ്റെ നിന്ന് മാത്രമല്ല പല ഡയറക്ടർമാരുടെ കയ്യിൽ നിന്നും ഒരുപാട് ഗുഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഗുഡ് കിട്ടിയ ആളാണ് പ്രഭു സോളമൻ സാറ്. ഞാൻ ചെയ്യുമ്പോൾ ഗുഡ് 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 എന്ന് സാറ് പറയുമായിരുന്നു. സാർ എൻ്റെ അടുത്ത് ഒരു സംഭവം പറയുള്ളൂ, നമ്മളോട് അത് ചെയ്യാൻ പറയും, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നെൻ്റെ അടുത്ത് ചോദിക്കും. നമ്മുടെ അടുത്തോട്ട് പറയും. ഇതിങ്ങനെ ഡയലോഗാണ്. എനിക്കാണ് തമിഴ് വലിയ വശമില്ല. എനിക്കാണ് തമിഴ് വലിയ വശമില്ല. അപ്പോൾ അത് പിന്നെ എഴുതിയെടുത്തിട്ടൊക്കെയാണ് പഠിച്ച് പറയുന്നത്. അപ്പോൾ സാറ് പറയും മലയാളത്തിലും തമിഴിലും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു. കൂടുതലൊരു മലയാളി അമ്മയാണ്, പക്ഷെ എന്നാലും ധനുഷിനോട് സംസാരിക്കുന്നത് തമിഴും മലയാളവും മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ തന്നെ ഡബ് ചെയ്തു. ഞാൻ തന്നെ എന്നെ വിളിച്ച് സാർ എന്നെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിച്ചു. ഭയങ്കര അനുഭവമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി തമിഴില് നല്ല അവസരം കിട്ടിയ തീർച്ചയായും തമിഴ് ഉറപ്പായിട്ടും തീർച്ചയായും. രണ്ടാമത്തെ എന്റെ അച്ചായ ബീഫ്, നമ്മുടെ പെങ്കൊച്ച് പുട്ടും കടലയും കഴിക്കുക. എന്റെ അച്ചായ ഇവളുടെ പുട്ടും കടലയും. ഒന്ന് പോ സാവുച്ചായ. മറക്കാൻ പറ്റുമോ? അയ്യോ, എന്താ പറയാ, എന്ത് രസമായിരുന്നു. മമ്മൂക്കയുടെ കൂടെയുള്ള താപ്പാല. മമ്മൂക്ക ഉണ്ട്, മമ്മൂക്ക, നമ്മുടെ വിജീഷ് അന്ന് വിജീഷ് ഞാൻ ആദ്യമൊക്കെ വിജീഷ് കാണാൻ ഭയങ്കര വണ്ണമായിരുന്നു. പിന്നെ നമ്മളിലൊക്കെ ഭയങ്കര വണ്ണമല്ലായിരുന്നു. പിന്നീട് വിജീഷ് വണ്ണം കുറച്ച് വന്നു. ഞങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് എവിടെ കണ്ടാലും ഞങ്ങൾ ഹൈ ഡീറ എന്നൊക്കെ പറഞ്ഞ് ഓടി വരും. ഇപ്പോഴും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നല്ല സെറ്റ്, നല്ല ജോണി ആൻ്റണി ആയിരുന്നു അതിൻ്റെ ഡയറക്ഷൻ. ഈയിടെ ജോണി സാർ ഇപ്പം ഡയറക്ഷൻ മാറിയപ്പോൾ വലിയ നടനായില്ലേ, ഇപ്പം ആക്ടിങ് അല്ലേ. അപ്പൊ ഈയിടെ ഞാൻ എവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, നമ്മുടെ ആ താപ്പാനയുടെ സീന് ഇന്നുകൂടെ ഞാൻ രാവിലെ പിന്നെ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ സീനാ കണ്ടേ. ഞാൻ ചെയ്താലും ഞാൻ ചിരിച്ചിരിച്ച് മടുത്തു പോയെന്ന് അത് കണ്ടിട്ട് സാറ് പറയാ. അതിന്റെ ഒരു രസമാണ് ഇപ്പൊ അത് കാണാൻ. എൻ്റെ അടുത്ത് ജോണി സാറ് പറയാ, അത് നല്ല കയ്യേറ്റുണ്ടായിരുന്നു ഇതിനൊക്കെ. അതെ അതെ അതെ. ഇപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ആ കോമഡി സീൻസ് ഒക്കെ യൂട്യൂബിലാണ്. ഇപ്പൊ എല്ലാ ആൾക്കാരെ എല്ലാം പൊക്കിക്കൊണ്ട് വരും. സീൻസുകൾ ആൾക്കാരെ ഏതൊക്കെ ഉണ്ട് നോക്കി. എനിക്ക് ഞാൻ പറയട്ടെ, ഇതേ നിങ്ങൾ എൻ്റെ വീട്ടിൽ തിരിഞ്ഞു നോക്കി. എനിക്ക് എന്റെ ഹിറ്റ് പടത്തിന്റെ ഷീൽഡ് ആയിരിക്കുന്നതല്ല, എത്രയോ ഹിറ്റ് പടത്തിന്റെ ഷീൽഡുകൾ അവിടെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കിക്കുക. എത്ര ഹിറ്റ് പടങ്ങളാ. അതല്ല മായാമോഹിനി ഡോക്ടർ മറക്കാൻ പറ്റുമോ? മായാമോഹിനിക്കകത്തെ
പുള്ളിപ്പുലി ആട്ടുംകുട്ടിയും അതുപോലെ തന്നെ പിന്നെ 2020 പിന്നെ അവിടെ കുറെ പടത്തിന്റെ ഉണ്ട്, കുറെ ഉണ്ട്. നിറം, പോക്കിരി രാജ എല്ലാം ഉണ്ട്. പോക്കിരി രാജ പിന്നെ നമ്മുടെ എന്താ പറയുന്ന റോമൻസ് പിന്നെ നമ്മുടെ ഹണീബി പിന്നെ അങ്ങനെ കുറെ ഉണ്ട്. കുറെ ഹിറ്റ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. ഏകദേശം എത്ര കാണും മൊത്തത്തിൽ? അതെല്ലാം കൂടെ ഒരു 10 ആ സോഫയ്ക്ക് അടിയിൽ ഇരിപ്പുണ്ട് കുറെ. എനിക്ക് തോന്നുന്നു ഒരു 50-75 ഉണ്ടാവും. ഇതെല്ലാം ഹിറ്റ് പടത്തിന്റെ ഭാഗം. നമ്മളത് ആ പുറകോട്ട് പോയിട്ട് നോക്കി വരണം. ഇതിപ്പോ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ എണ്ണി പറയുന്നതല്ലേ. അതിന്റെ പുറകോട്ടുള്ള പടത്തിന് ഞാൻ ആദ്യം അഭിനയിച്ച പടം ഹിറ്റാ, പടനായകൻ. എനിക്കറിയത്തില്ലായിരുന്നു അത്. അന്ന് അതിന്റെ ഒരു മഹത്വം ഒന്നും അറിയത്തില്ലല്ലോ. ഇന്നലെ ഹിറ്റ് എന്നൊക്കെ കേൾക്കുമ്പോ സന്തോഷം. ഏകദേശം 300 സിനിമ പിന്നെ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് 183 ദിവസം ഓടിയ തിയേറ്ററിൽ. ഇന്ന് ഏത് പടം അത്ര ദിവസം ഓടുന്നേ? 2 ആഴ്ച ഓടിയാൽ 3 ആഴ്ച ഓടിയാലേ ഒറ്റിന് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് അന്നത് വല്ലതും ആണോ? എത്ര ദിവസങ്ങളാ ഓരോന്ന് ഓടിയിരുന്ന മേരിക്കൊണ്ടൊരു കുഞ്ഞാടൊക്കെ. ഹ്യൂമർ ചെയ്ത് ഫലിപ്പിക്കാതെ പറയുന്നത് പാടായിട്ടുള്ള കാര്യമല്ല. അതെ ന്യൂജൻ ആൾക്കാർ, കുറച്ച് ആൾക്കാർ എന്നെ മറന്നിരിക്കുകയായിരുന്നു. ഞാൻ അവരെന്നെ കുറച്ച് മറന്നായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മീൻസ് ജാന്റെ കൂടെ അഭിനയിച്ചു, ഷാം ചാക്കോയുടെ കൂടെ അഭിനയിച്ചു, ഭഗത്തിന്റെ കൂടെ നമ്മുടെ മമ്മൂക്കായിട്ടുള്ള പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉണ്ട് അവിടെ. എന്നാലും ഒരു നമുക്ക് എന്താ പറയുന്നത്, ഇങ്ങനെ ഇപ്പൊ ഈ ട്രാഫിക് ക്ലബ്ബ് പോലെയുള്ള സിനിമകളിൽ വരാൻ ഒരു താമസം നേരിട്ടു, അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് കത്തിക്കേറും. അതെ, നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നല്ല ഇങ്ങനെ ഡിഫറെന്റ് കഥാപാത്രങ്ങൾ വരട്ടെ. എല്ലാവർക്കും ഒരു പേടിയല്ലേ, എല്ലാവർക്കും പേടിയാ. ഇന്നിപ്പോ ആരെങ്കിലും തോക്ക് കൊടുത്തപ്പോ വിചാരിക്കും നമ്മൾ ആരും ഇങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ലല്ലോ. ചേച്ചി എപ്പോഴും എന്തെങ്കിലും ഹ്യൂമർ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു താടകയായിട്ടോ അങ്ങനെയൊക്കെ ആൾക്കാർ കണ്ടിട്ടുള്ളത്. ആക്ച്വലി എന്നെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. താടകയായിട്ട്. അതെ, ഇനി അടുത്ത ചോദിച്ചോ. മേരിക്കുണ്ട് കുഞ്ഞാട്, ദിലീപ്, ബിജു മേനോൻ, ഭാവന. അയ്യോ, അത് ഫസ്റ്റ് ഞാനായിരുന്ന ഫസ്റ്റ് ഷോട്ട് ഞാനായിരുന്നു ആ പടത്തിന്റെ. എൻ്റെ ചങ്ക് എത്തിപ്പോയി. ഞാൻ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ഫസ്റ്റ് ഷോട്ടിൽ വരുന്നത്. കാരണം ഞാൻ വരുന്നു, ഡ്രസ് ഇട്ടു, നിങ്ങൾക്ക് പടം കണ്ടാൽ അറിയാം, പാലത്തെ കൂടെ ഒരു പാൽപാത്രം കയ്യിലുണ്ട്. അപ്പം ഞാൻ ഇതും വെച്ചിട്ട്, അപ്പം എൻ്റെ അടുത്ത് ഞാനപ്പം ഒരു പാലത്തിനപ്പുറയാണ് ഞാൻ നിൽക്കുന്നത്, ഇപ്പുറയാണ് ക്യാമറാമാനും എല്ലാവരും. ഇപ്പം ഒരു വൈഡാണ് എടുക്കുന്നത്. അപ്പം എന്നോട് ഷാഫി പറഞ്ഞു, ഒന്നും വേണ്ട, അവിടുന്ന് ആ പാൽപാത്രം എടുത്ത് ഒന്ന് ഇളകി വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ എന്താ അതെന്തിനാ ഞാൻ ഇളകുന്നേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അപ്പം എൻ്റെ അവിടെ ക്ലാപ്പ് അടിക്കാൻ നിൽക്കുന്ന പയ്യനുണ്ടല്ലോ, അപ്പൊ അതിനോട് ചോദിച്ചു, ഇത് എന്ന് തുടങ്ങി പടമെന്ന്. ഞാൻ അവരോട് ചോദിച്ചു, പറയാ ചേച്ചി ഇപ്പൊ ഇന്ന് തുടങ്ങുക. ഞാനാണോ ഫസ്റ്റ് ഷോട്ട്? ഞാൻ ചോദിക്കുക, ഞാനാണോ ഫസ്റ്റ് ഷോട്ട്? ചേച്ചി അമ്പിളിച്ചേട്ടനാണ് ഫസ്റ്റ് ഷോട്ട് വെച്ചിരുന്നത്. അമ്പിളിച്ചേട്ടൻ ഓൺ ദ വേ, ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പൊ എയർപോർട്ടിൽ നിന്ന് അമ്പിളിച്ചേട്ടൻ തൊടുപടിക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഇതിന്റെ മുഹൂർത്തം കഴിയും. അപ്പൊ വന്നു പെട്ടത് ഞാനാ. അത് എന്നെ വെച്ച് അവരത് ഷോട്ട് പ്ലാൻ ചെയ്തു. പിന്നെ ഫസ്റ്റ് ചാനൽ കേട്ടപ്പോഴേ എൻ്റെ ഹൃദയത്തിലൊരു ഇടിപ്പ് അങ്ങോട്ട് വേഗതയായി. അപ്പൊ ഞാൻ എൻ്റെ പൊന്നു മാതാവേ കത്തിച്ചേക്കണം, ഞാനാണേ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇപ്പൊ ഞാൻ ഷാഫിയോട് ചോദിച്ചു, ഷാഫി അതെ ഞാൻ എന്തിനാ ഇങ്ങനെ ആടി വരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു അതെ, ഒരു പള്ളിയിലച്ഛൻ്റെ അച്ഛന് പിന്നെ ഒരു ഇഷ്ടം, പള്ളിയിലച്ഛനില്ല, പക്ഷെ പള്ളിയിലച്ഛനോട് ഉണ്ടെന്ന് ചേട്ടത്തിക്ക് തോന്നുന്നതാണ്. അതാണ്. അപ്പൊ സാരിയാ, ചട്ടയമുണ്ടും അല്ല. അപ്പൊ ഞാൻ ഉടനെ ഈ പാൽപാത്രം, അപ്പൊ അമ്പിളിച്ചേട്ടന്റെ ക്ലോസ് എടുത്ത് എന്റെ ഷോട്ട് മാത്രാ. അപ്പൊ ഞാനിങ്ങനെ പാൽപാത്രമായിട്ട് ഇങ്ങനെ സാധാരണ വരുന്നല്ലോ വരുന്നു. ഈ അച്ഛനെ അവിടുന്ന് ഇങ്ങനെ കണ്ടല്ലോ, ഇങ്ങനെ ആടി സാധാരണ വരുന്നതിലൊക്കെ വന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഈ പാത്രം ഇങ്ങനായി. പാത്രം പിന്നെ ആട്ടം കൂടിയിട്ടേ ഈ കമ്പിയെ വലയെ കൂടെ എന്റെ കൈയൊക്കെ ഇങ്ങനെ ഓടിച്ച് ഷാഫി അതൊക്കെ ഇങ്ങനെ ഓടിച്ചു വരുമ്പോ അച്ഛൻ അവിടുന്ന് ഇത് കണ്ടുവരുവാ. അച്ഛനിങ്ങനെ അന്തം വിട്ടതൊക്കെ ഞാൻ എന്തായി കാണിക്കുന്നതെന്ന്. അതാണ് നിങ്ങൾക്ക് ആ സീൻ കാണുമ്പോ അറിയാം. ഏതാ സാരി, ഒരു ലൈറ്റ് ഓറഞ്ച് കളർ സാരിയാണ്. അമ്പിളിച്ചേട്ടൻ ആ സമയത്ത് ഞാൻ സോങ് എടുക്കുന്ന സമയത്ത് അമ്പിളിച്ചേട്ടൻ പറയായിരുന്നു, അമ്പിളിച്ചേട്ടൻ്റെ പുറകെ വന്നിരുന്നിട്ട് പൊന്നമ്മേ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു അമ്പിളിച്ചേട്ടൻ ഇരുന്ന് ഞാൻ കണ്ടില്ല. അമ്പിളിച്ചേട്ടൻ പറഞ്ഞു മേരിക്കൊണ്ട് കുഞ്ഞാണ് ഞാൻ ഡബ് ചെയ്തു,
നല്ല വൃത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറയാം അമ്പിളിച്ചേട്ടൻ. ഞാൻ പറഞ്ഞു താങ്ക് യു. ഞാൻ ഡബ് ചെയ്തില്ല അപ്പോൾ. താങ്ക് യു അമ്പിളിച്ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പം എന്താ വെച്ചാൽ ആ സോങ്ങിൽ അമ്പിളിച്ചേട്ടൻ പള്ളി കുർബാന ചെല്ലുമ്പോൾ നോക്കി നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ദിലീപ് ഞാൻ കാണുന്നില്ല അമ്പിളിച്ചേട്ടൻ എന്താ ചെയ്യുന്നത്. നമ്മൾ അത് പ്രത്യേക ഷോട്ട് അമ്പിളിച്ചേട്ടൻ, ഞാൻ പുറത്തിരിക്കുക. അപ്പം ഞാൻ ദിലീപോട് വെച്ച് ദിലി അതേ അമ്പിളിച്ചേട്ടൻ എന്താ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്, എന്നാലേ എനിക്ക് ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദിലീപാണ് എനിക്ക് ആക്ഷൻ കാണിച്ചു തരുന്നത്. ഇതാണ് അമ്പിളിച്ചേട്ടൻ ചേച്ചി ഈ സാധനം എടുത്തിട്ടാ എന്ന് പറയും. അങ്ങനെയാണ് എൻ്റെ പല സിറ്റുവേഷൻസിലും എൻ്റെ അതുപോലെ തന്നെ ഇതിനകത്തും നമ്മുടെ മായാമോഹിനിയിലായി ഡോക്ടറെ ആണെങ്കിലും അതെല്ലാം ഓരോന്നിൻ്റെ ഓരോ കാര്യങ്ങൾ ദിലീപ് നമുക്ക് പറഞ്ഞു തരും ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവരൊക്കെ സഹകരണമാണ് നമ്മളൊക്കെ നന്നായി ചെയ്യുന്നത്. ഞാൻ ഇതെല്ലാം ക്രെഡിറ്റ് എൻ്റെതാണെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. എല്ലാവരുടെ അടുത്ത് പിന്നെ ഫസ്റ്റ് നമുക്ക് ദൈവാനുഗ്രഹം, രണ്ടാമത് നമുക്ക് ഇങ്ങനെയുള്ളവരുടെ സഹകരണം കൂടി നമ്മൾ വൃത്തിയായി ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഒരു വിദ്യാർത്ഥിയോട് ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ തുറുപ്പുകുല യോനി ആന്റണി സാറിൻ്റെ തന്നെ അതും ഡാൻസ് ടീച്ചറായിട്ട്. ടീച്ചറായിട്ട് വിളിച്ചപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞല്ല എന്നെ വിളിച്ചേ. എന്നെ വിളിച്ചത് അല്ല ഡാൻസ് ടീച്ചർ എന്ന് പറഞ്ഞല്ല വിളിച്ചേ, ടീച്ചറാണെന്നും പറഞ്ഞാൽ വിളിച്ചേ. അവിടെ ചെന്നപ്പോഴായിരുന്നു ഡാൻസ് ടീച്ചറാണ്. ഓൾറെഡി ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് താളമൊക്കെ പിടിക്കാൻ എനിക്ക് കിട്ടി, കൊട്ടാൻ പറ്റുമായിരുന്നു. അതിപ്പോ ആ സീനിൽ അതും ഭയങ്കര കയ്യടി തിയേറ്ററിലുണ്ടായിരുന്ന ഒരു സീനായിരുന്നു. അത് മറക്കാൻ പറ്റത്തില്ല. ഇനി നെക്സ്റ്റിലേക്ക് പോയാലോ? ഏതാ? മയിലാട്ടം. മയിലാട്ടം BM സാറിൻ്റെ പടം. നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ മയിലാട്ടത്തിൻ്റെ കാര്യം. ആ കൊലയും കൊണ്ട് വരുന്നു. അത് എന്നാന്നറിയോ, അതൊക്കെ ഒരു ഷോട്ടിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുക. അന്ന് ക്യാമറ ഫിലിമാണേ. അന്ന് അമ്പിളിച്ചേട്ടൻ്റെ ഡേറ്റ്സിൽ അമ്പിളിച്ചേട്ടൻ പറന്ന് നടന്ന് അഭിനയിക്കുക. അപ്പം അമ്പിളിച്ചേട്ടനെ പിറ്റേ ദിവസം കിട്ടത്തില്ല. നൈറ്റിലെ ഷോട്ട് സീൻ എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സമയവും അധികമില്ല. അമ്പിളിച്ചേട്ടനെ കൊണ്ടാൽ കാറ് വെയിറ്റ് ചെയ്യുക വേറെ സ്ഥലത്ത്, അവിടെ തന്നെ സെറ്റിൽ. പിന്നെ VMന് പറഞ്ഞു അമ്പിളിച്ചേട്ടൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല പൊന്നു, എങ്ങനെയാലും നമുക്ക് ഈ സീനൊന്ന് എടുക്കണമെന്ന് പറഞ്ഞു. എടുത്തില്ല പിന്നെ ഈ സീൻ പിന്നെ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഡയലോഗ് പഠിച്ചു. നമ്മൾ ഒരു റിഹേഴ്സൽ നോക്കി, അതിൻ്റെ ആ സംഭവമൊക്കെ നോക്കി. അപ്പം ഞാൻ അസോസിയേറ്റ് ഗോവിന്ദൻകുട്ടിച്ചേട്ടനാണ്. ഇനി ഗോവിന്ദൻകുട്ടിച്ചേട്ടൻ ഞാൻ പറഞ്ഞു ഗോവിന്ദൻകുട്ടിച്ചേട്ടൻ എവിടെയെങ്കിലും ഡയലോഗ് വിട്ടുപോയിട്ട് ഒന്ന് ഇട്ട് തന്നേക്കണേന്നോട് പറഞ്ഞു. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. കറക്റ്റായിട്ട് അത് വന്ന് അമ്പിളിച്ചേട്ടൻ്റെ കൂടെ അങ്ങ് അഭിനയിച്ചപ്പോൾ ഞാനും അങ്ങോട്ട് നാച്ചുറലായിട്ട് കയറി ഞങ്ങളുടെ തകർത്തു. ആ സീൻ കഴിഞ്ഞപ്പോഴും അമ്പിളിച്ചേട്ടൻ എന്നെ വന്നിട്ട് എഴുന്നേറ്റപ്പോഴും പറഞ്ഞു പൊന്നമ്മ കൊണ്ടുപോയെന്ന ആ സീൻ അത് പറഞ്ഞു അമ്പിളിച്ചേട്ടൻ. അത് എന്നെ വന്ന് തകർക്കാൻ വേറൊന്നുമല്ല, അതിനകത്ത് അമ്പിളിച്ചേട്ടൻ ഒറിജിനലായിട്ട് അടിക്കുന്നുണ്ട്. അടിയില്ലേ, അത് ഒറിജിനലായിട്ട് അടിച്ചുപോയി. റിഹേഴ്സൽ എടുത്തപ്പോൾ കൈ വന്നില്ല. ഇതിങ്ങോട്ട് നമ്മൾ ഗ്രിപ്പടിച്ച് നിൽക്കുമല്ലേ, ഇങ്ങനെ നമ്മളിലൊരു എന്താ പറയുക, എന്തോ ഒരു ബാധ കയറിയ പോലെ നമുക്ക് ആ സമയത്ത് നമ്മളിൽ ആ കഥാപാത്രം ഇങ്ങനെ തിളച്ച് നിൽക്കുക. ആ തിളച്ച് നിൽക്കുന്ന സമയത്ത് ഒറ്റ എണ്ണം കൊടുത്ത സമയത്ത് എൻ്റെ ചങ്ക് എൻ്റെ നെഞ്ചം കൂടെ പിടഞ്ഞേ. പക്ഷെ അവിടെ ഞാൻ തെറ്റിച്ചിരുന്നെങ്കിൽ അവിടെ നിങ്ങൾ അമ്മച്ചേട്ടൻ ചാടി എഴുന്നിട്ട് എന്നെ എന്തെങ്കിലുമൊക്കെ എന്നെ ചീത്തവാക്ക് പറഞ്ഞേനെ. ഞാൻ അവിടെ അത് പെട്ടെന്ന് നെർവസ് ആയിട്ട് ഞാൻ അവിടുന്ന് മനസ്സാന്നിധ്യം. കാരണം അമ്പിളിച്ചേട്ടൻ വീണ് കഴിഞ്ഞു എൻ്റെ ഡയലോഗ്. അല്ല പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഓരോന്ന് മേടിക്കാതെ കിടക്കുകയെന്ന് വെച്ചാൽ എന്നാ ചെയ്യാനാന്ന് പറഞ്ഞ് ഞാൻ കിടക്കുമ്പോഴേ പൊന്നമ്മേ കിടക്കുന്ന സീക്വൻസ് ആണല്ലോ ബാക്കി. അതല്ല പിന്നെ എൻ്റെ കയ്യിലതല്ല. അമ്പിളിച്ചേട്ടൻ വീണ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഡയലോഗല്ല എൻ്റെ കയ്യിലാണ്. അപ്പൊ അമ്പിളിച്ചേട്ടൻ പൊന്നമ്മ ഞാൻ ഉടനെ ഇതെല്ലാം പറഞ്ഞ് കിടന്ന് അമ്പിളിച്ചേട്ടൻ കടന്നു. ഞാൻ അമ്പിളിച്ചേട്ടാ സോറി അമ്പിളിച്ചേട്ടൻ, ഞാൻ അറിയാതെ എൻ്റെ കൈ വന്നുപോയി അമ്പിളിച്ചേട്ടാ സോറി. പോട്ടെ സാരമില്ല, പൊന്നമ്മ കൊണ്ടുപോയി സീൻ, ഇത് പൊന്നമ്മ കൊണ്ടുപോയി എന്നും പറഞ്ഞ് എന്നെ അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്ത് അമ്പിളിച്ചേട്ടൻ. വേറെ പല നടന്മാരൊക്കെ ആയിരുന്നു എന്നെ ചീത്ത വിളിച്ചേട്ടൻ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം അടി ഇച്ചിരി അങ്ങനത്തെ കൈയുടെ അടിക്കെന്ന് പറഞ്ഞാൽ നല്ല വീഴ്ചയുള്ള അടിയല്ലേ, കൊച്ചടിയല്ലല്ലോ. പാവം അമ്പിളിച്ചേട്ടൻ എന്നൊക്കെ ഓർക്കും എനിക്ക് വിഷമം അങ്ങനെയൊക്കെ. അത് നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് വിജയിച്ചില്ല. സമ്മാനം ഉണ്ടോ? എല്ലാത്തിനും ഞാൻ വിജയിച്ചു. ഇതിപ്പോ നമ്മുടെ പഴയ സിനിമകളും അതായത് പുതിയ സിനിമകൾ, ഇപ്പൊ പഴയ സിനിമകൾ എടുക്കാന്ന് പറഞ്ഞാൽ ഫിലിമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അധികം ടേക്കുകളൊന്നും എടുക്കാം, നമുക്ക് ഭയങ്കര ടെൻഷൻ. ഇപ്പൊ പുതിയെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് നമുക്ക് ടെൻഷന്റെ ആവശ്യമില്ല, എത്ര ടേക്ക് വേണമെങ്കിലും പോവാം. അതിന്റെ ഒരു ഡിഫറൻസ്, അപ്പൊ അഭിനയത്തിൽ വന്ന ഒരു ഡിഫറൻസ് എങ്ങനെയാണ്? അഭിനയത്തിൽ പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയലോഗ് പറയുന്നവരെ സിനിമ എടുക്കുള്ളായിരുന്നു.
കാരണം ഡയലോഗ് പറയാത്ത അവർ ചില ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഡയലോഗ് പറഞ്ഞില്ല, വീണ്ടും അവരെ സിനിമയുടെ സജഷൻ വന്ന് അവർ പറയും, അയ്യോ എന്നെ വിളിക്കല്ലേ, അത് ഫിലിം തിന്നും. അതിനെ വിളിച്ചാൽ ഡയലോഗ് പറഞ്ഞാൽ അതിനകത്ത് 10 ടേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഫിലിം എത്ര അടി പോവും? അത് കൂട്ടും. അപ്പോൾ അവരെ വിളിക്കത്തില്ല. നമ്മളൊക്കെ നാടകത്തിൽ നിന്ന് വന്നുകൊണ്ട് നമുക്ക് ഡയലോഗ് നമുക്ക് പഠിച്ച് നമ്മുടെ മനസ്സിലത് പറ്റി നമ്മൾ തന്നെ അത് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത്. അത് സകല ദൈവങ്ങളെയും വിളിച്ചും കൂടെ നിൽക്കുന്നവരാണ് ശക്തരായ മമ്മൂക്ക, ലാലേട്ടൻ, ഈ പറയുന്ന ജഗദീഷ് ശ്രീകുമാർ, മുരളിച്ചേട്ടന്, രാജൻ ബി ദേവ്, എന്താ പറയണത്, നരേന്ദ്രപ്രസാദ് സാറ്, എല്ലാം എല്ലാം വലിയ വലിയ ആൾക്കാരുകളല്ലേ നമ്മൾ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നേ. അപ്പോൾ അവരോടൊപ്പം നമ്മളൊക്കെ ഒന്ന് പിടിച്ചൊന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് എല്ലാം ഞാനിപ്പോൾ ഓർക്കുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അന്നല്ല കറക്റ്റായിട്ട് ആ സമയത്ത് പിന്നെ ഫിലിമൊന്നും വലിയ വേഷമാകാതെ ഞാനും വലിയ വലിയ പടങ്ങളുടെ ഭാഗമായി. ജോലി സാറിനൊക്കെ എത്ര പടങ്ങൾ, വാഴുന്നവർ പോലും സാറിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കണ. ലാസ്റ്റ് അവതാരം വരെ സാറിൻ്റെ പടം ഞാൻ ചെയ്തു. റിയൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ല അത് പിന്നെ സാറിന് അറിയാമല്ലോ, ഒരു അഭിനയിക്കുന്ന ആളെന്ന രീതിയിൽ ഒരു വേഷം ചെയ്യുമ്പം ഡയറക്ടർക്ക് അറിയാം അവർക്ക് അതിനുള്ള കഴിവുണ്ടോ, അവർക്ക് അതിനുള്ള നിലനിൽപ്പുണ്ടോ എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കും. നമ്മൾ കുറേ വെളുത്തോ അല്ലെങ്കിൽ കുറേ ഗ്ലാമറായിട്ട് ഇരുന്നിട്ടൊന്നും അല്ല കാര്യം. ഇതിനകത്ത് നമ്മൾ ഏത് ആൾ വന്നാലും ക്യാമറ ഇങ്ങ് ഓണാക്കി ആ ഡയലോഗ് പറയാനുള്ള ചങ്കൂറ്റം ക്യാമറയുടെ മുന്നിൽ പറയാനുണ്ടായിരിക്കണം. ആ ചങ്കൂറ്റം ഇല്ലെങ്കിൽ നമുക്ക് നിലനിന്ന് പോകത്തില്ല. നമുക്ക് ആ ധൈര്യവും തൻ്റെ ഇടവും ആത്മവിശ്വാസവും ഉണ്ടാവണം. അല്ലേ എന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, എനിക്ക് സിനിമയിൽ ഭയങ്കര അങ്ങനെയല്ല ഇത്. അതുകൊണ്ടെങ്കിൽ ഭയങ്കര കാര്യമാണ്, നല്ല കാര്യമാണ് ഭംഗിയുള്ളത്. നമുക്ക് എത്രയോ കുട്ടികൾ നല്ല ഭംഗിയുള്ള കുട്ടികൾ വരും, പക്ഷെ അവർക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ആർട്ടിസ്റ്റ് ആവുമോ? ആർട്ടിസ്റ്റ് ആവുന്നില്ല. ആ നേരത്തിൻ്റെ കാര്യം നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സൗന്ദര്യത്തിലൊന്നും അല്ല കാര്യം, നമ്മൾ ആ കഥാപാത്രം അഭിനയിക്കുക, കഥാപാത്രം ആകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ December 25 ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ബറോസ് പോയി കാണുന്നില്ലേ? പിന്നെ ഞങ്ങളുടെ ലാലേട്ടനല്ലേ, ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡൻ്റായ ലാലേട്ടൻ്റെ സിനിമ ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്. ഇറങ്ങണം, ഹിറ്റാവണം, ഓടണം. എന്തായാലും കാണും, തിയേറ്ററിൽ പോയി കാണുന്നു, കാണാതിരിക്കത്തില്ല. ഞാൻ എല്ലാ പടവും തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. എല്ലാ പടവും, ഹിന്ദി ആയാലും തമിഴായാലും ഇംഗ്ലീഷ് ആയാലും പുതിയ പടങ്ങളൊക്കെ ഇറങ്ങുന്നതെല്ലാം ഞാൻ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യും. കുറേയൊക്കെ മനസ്സിലാകുന്നില്ല, കുറേയൊക്കെ മറ്റ് ഭാഷകളൊക്കെ മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ തെലുങ്കും ഇതൊക്കെ നമ്മൾ കാണും. ഇപ്പം പിന്നെ ഈ OTT ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സിലും നമുക്ക് ഇതിലും പ്രൈമിലും ഒക്കെ നമുക്ക് സിനിമ കാണാമല്ലോ. അപ്പം കാണാത്ത പടമൊക്കെ നമ്മളെ വീട്ടിലിരുന്ന് എല്ലാം ഞാൻ കാണാറുണ്ട്, സെർച്ച് ചെയ്യാറുണ്ട് എല്ലാം. അമ്മ അസോസിയേഷന്റെ ഫാമിലി മീറ്റപ്പ് വരുവാണ്, പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഞങ്ങളുടെ അമ്മയുടെ കുടുംബ സംഗമം ഇതുവരെ മലയാള സിനിമാ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഗമം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഒരു സംഗമം മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി ഇവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ സംഗമം. അതിൽ പലതിനകത്തും ഉണ്ട്, ഞാൻ പല സെക്ഷനിലും ഉണ്ട്. ഇല്ല, അതിപ്പോൾ ഞങ്ങൾ 4-ാം തീയതി രാവിലെ 9:30 മുതൽ വൈകുന്നേരം 10 മണി വരെയാണ്. 9 തൊട്ട് രാവിലെ 9:30 മുതൽ 4-5 മണി വരെ സ്പോർട്സാ. കബഡി, വടംവലി മത്സരം, പിന്നെന്തുവാ ക്രിക്കറ്റ്, ഫുട്ബോള്, പിന്നെ പല കുക്കറി ഷോ, പിന്നെ ഫാഷൻ ഷോ, പല സെക്ഷൻ, പല സ്ഥലത്ത് പല കാര്യമായിട്ട് നടക്കുക. അപ്പോൾ അതന്ന് വൈകുന്നേരം 6 തൊട്ട് 10 വരെ സ്റ്റേജ് ഷോ. പാടാനുള്ളവർക്ക് പാടാം. ഞാൻ എന്തായാലും പാട്ട് പാടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പാട്ട് പാടണം. ഏതായിരിക്കും പാട്ട്? അത് ഇപ്പം പറയുന്നില്ല. അതിപ്പോൾ പറഞ്ഞു, ഇപ്പം നിങ്ങൾ ഇത് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ അതാ പാടുന്നത്. അത് അന്നേരം വരുമ്പോൾ പുതുമ ഉണ്ടാവത്തില്ല. അന്നേരം കേട്ട പാട്ടൊക്കെ പണ്ടാ സുകുമാരിയമ്മയൊക്കെ പണ്ട് പാടിക്കൊണ്ടത് പാട്ട് തന്നെ. കാരണം അവരൊന്നും ഇപ്പം പാടാനില്ലല്ലോ. അപ്പം പണ്ടൊരു പാട്ട് പാടുന്ന പണ്ട് സുകുമാരിയമ്മയായിരുന്നു. ആ തലം കഴിഞ്ഞപ്പോൾ പിന്നെ ആരും അവരുടെ പാട്ടും കൊണ്ടില്ല. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ആരോട് ചോദിച്ചു, ഓ അത് ശരി, സുകുമാരിയമ്മയ്ക്ക് ശേഷം പാട്ടായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഞാൻ പറഞ്ഞ ആരെങ്കിലും വേണ്ടേ, ആരെങ്കിലുമൊക്കെ പാടാൻ വേണ്ടേ. അപ്പം ഒരു പാട്ടങ്ങ് പാടും, അത്രേ. അത് നമ്മൾ പാട്ട് പാടുമ്പോൾ അപ്പം ചേച്ചിയല്ലേ പാടുന്ന വെച്ചാൽ അവരങ്ങ് അത് എടുത്തോളും, കുഴപ്പമില്ല. പാട്ടും കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം എന്താണെന്നുള്ളത് ഈ ക്രിസ്മസ് കഴിഞ്ഞാലേ അതിൻ്റെ എന്തൊക്കെയാണെന്ന് പറയും. കാരണം ഞാൻ അങ്ങോട്ട് പോയിട്ട് കുറേ നാളായി. കാരണം കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിൽ മോക്കോടെ സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ IFK ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോയി. അവിടുന്ന് തിരിച്ച് ഇവിടെ വന്നപ്പോൾ നമ്മുടെ പടത്തിൻ്റെ തലേദിവസത്തെ പ്രൊമോഷൻ, പിന്നെ പടം കഴിഞ്ഞിട്ടുള്ള പ്രൊമോഷൻ. അപ്പോൾ ഇത് സമയം കിട്ടിയില്ല എനിക്ക് അങ്ങോട്ട് പോകാൻ. പിന്നെ അങ്ങോട്ടൊക്കെ എന്തെല്ലാം ഒതുക്കിയിട്ട് വേണം പതുക്കെ അങ്ങോട്ട് നീങ്ങാൻ. ക്രിസ്മസ് ഒക്കെയാണ്, ചേച്ചി പാലക്കാരിയും കൂടെയാണ്. പാലക്കാർക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ
അതൊരു അനുഭവങ്ങൾ തന്നെയാണ്. തീർച്ചയായും. എങ്ങനെയാണ് ആ ഒരു മെമ്മറീസ് ഏതെങ്കിലും ഉണ്ടോ? ക്രിസ്മസ് എന്നൊക്കെ പറയും പിള്ളേരൊക്കെ ഉള്ള സമയത്തൊക്കെ മോളുണ്ടായിരുന്നു ഇവിടെ. മോള് പോകുമെന്ന് പറഞ്ഞപ്പോഴും എനിക്കുണ്ടായിരുന്നു അവള് ക്രിസ്മസ് കഴിഞ്ഞ് വിട്ടാൽ മതി എന്ന്. അത് എൻ്റെ മോളായിട്ട് ഞാൻ വിചാരിച്ചു. പക്ഷെ അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കണ്ടേ? അവളും അമ്മയല്ലേ. അപ്പൊ ഞാൻ ഓർത്ത് അവൾക്ക് അവിടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കില്ലേ, അവള് അവിടെ അടുത്ത് വേണം. അല്ല അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല അവിടെ കുഞ്ഞുങ്ങളാ. അപ്പൊ ഞാൻ പറഞ്ഞാൽ നീ പൊയ്ക്കോ, നീ പോയിട്ട് അവിടെ പോയി പിള്ളേരോടെ പഠിച്ചു പോളി. അപ്പം മമ്മിയും പപ്പയും ഞാൻ പറഞ്ഞേടി നിങ്ങൾ ഇനി അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് മക്കൾ എല്ലാവരോട് പ്ലാൻ ചെയ്ത് വരിക. എന്നിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു, ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുന്നു. ആ ന്യൂ ഇയർ ഒരു വർഷം ഏതെങ്കിലും ഒരു വർഷം ഇവരെപ്പോഴും പലപ്പോഴും പല സമയത്താണ് വരുന്നത്. അപ്പം ഞാൻ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഒരു വർഷം ഒരു ക്രിസ്മസ് ഒരു ന്യൂ ഇയർ നമുക്ക് ആഘോഷിക്കാം, തകർക്കാം. നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അവൾക്ക് ധൈര്യം കൊടുത്ത് വിട്ടത് ഞാനാ. അപ്പോൾ അപ്പ പറഞ്ഞു എന്നാലും അവൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൾക്ക് അവിടെ പിള്ളേരില്ലേ. ഞാൻ പറഞ്ഞു അവൾക്ക് ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല, അവൾക്കും ഒരാഗ്രഹമുണ്ട്. നമ്മളത് അവിടെ വിഷമം അവൾ പറഞ്ഞില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പോൾ പപ്പയും ഞാനും ഉള്ളു ഇവിടെ. ഞങ്ങളെന്താ ഇവിടെ എന്തായാലും ഞങ്ങൾ പിള്ളേർ വരുമ്പോൾ ഞമ്മക്ക് അടിപൊളി. അല്ല നമ്മളിവിടെ ഞാനും ഉള്ള പോലെയൊക്കെ ഞങ്ങൾ ക്രിസ്മസ് അങ്ങോട്ട് ആഘോഷിക്കും. പിന്നെ എല്ലാവരും ലൈവിൽ വരും, ലൈവായിട്ട് വരും. സ്പെഷ്യലായിട്ട് നമ്മുടെ ക്രിസ്മസിന് വെക്കുന്നത് അപ്പം ഞാൻ പിള്ളേരൊക്കെ ഉള്ള സമയത്ത് കള്ളപ്പവും പിന്നെ ബീഫ് സ്റ്റൂവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക പിള്ളേരൊക്കെ ഉള്ള സമയത്ത്. ഇപ്പോൾ ഈ പ്രാവശ്യം കള്ളപ്പൊന്നുമില്ല, പിള്ളേരൊന്നും ഇല്ലാത്ത വല്ല പാലപ്പോ അപ്പോ അങ്ങനെ എന്തെങ്കിലും സ്റ്റൂവോ എന്തെങ്കിലും. പപ്പയുണ്ടല്ലോ ഇവിടെ, വേറെ ആരും ഇല്ലല്ലോ. ഇപ്പോൾ പിള്ളേരെ പോലെ ആണല്ലോ അദ്ദേഹവും. അപ്പോൾ അതുകൊണ്ട് അപ്പയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി അങ്ങനെ ക്രിസ്മസ് എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ ഇരുന്ന് ആഘോഷിക്കുക, അത്ര തന്നെ. ഇപ്പോൾ പൊന്നമ്മ ചേച്ചി ഇനി റൈഫിൾ ക്ലബ്ബ് തകർത്ത് വാരിയിട്ടുണ്ട് ക്രിസ്മസിൻ്റെ ഈ ഒരു സമയത്ത്. ഇനി മുന്നോട്ട് ഏതൊക്കെ പ്രൊജക്ട്സ് ആണ് ഉള്ളത്? മുന്നോട്ടുള്ള പ്രൊജക്റ്റ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു പടം അന്നമ്മയും മക്കളും എന്ന് പറഞ്ഞൊരു പടമാണ്. അതൊരു നമ്മുടെ ഹരിപ്പാട് ഹരിലാലാണ് എൻ്റെ സ്ക്രിപ്റ്റ്. ഡയറക്ടർ സജി സുരേന്ദ്രനാണെന്ന് പറയുന്നത്. അതിൻ്റെ പൂജ എന്തോ 9-ാം തീയതി കണ്ടാണ് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിനകത്തൊരു 4 പെൺമക്കളെ അമ്മയായിട്ടാണ് ചട്ടയും മുണ്ടുവാ. അതിനകത്തൊരു കുട്ടിയുണ്ടല്ലോ മെയിനായിട്ട് ചട്ടയും മുണ്ടിൻ്റെ ചട്ടയും മുണ്ട്. ഇപ്പോൾ ഒത്തിരി നാളായി ഞാൻ ചട്ടയും മുണ്ട് കൊടുത്തിട്ട്. എനിക്കിഷ്ടമാണ് ചട്ടയും മുണ്ട് കൊടുക്കുക. പിന്നെ പ്രോജക്റ്റുകൾ വേറെ 1-2 കാര്യമുണ്ട്. അതൊന്നും അങ്ങോട്ട് സംസാരിച്ച് കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. ഇനി ഓരോ പടങ്ങൾ നല്ല അതിനിടയ്ക്ക് കുറച്ച് വന്നിരുന്നു. പക്ഷെ അത് ഒന്നും എനിക്കൊരു നല്ല വേഷമായിട്ട് തോന്നിയില്ല. നമുക്കൊരു ചെയ്യാൻ എന്തെങ്കിലും ഉള്ള ഒരു കഥാപാത്രം കിട്ടിയിട്ടേ. ഞാനിപ്പോൾ ഒരു ഇത്രയും 30 വർഷത്തോട് അടുക്കുന്നു. പിന്നെ ഈ കണ്ട 400-450 സിനിമകൾ നമ്മൾ ചെയ്തു. അപ്പോൾ ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല, എടുക്കാത്ത വേഷങ്ങളില്ല. അപ്പോൾ ചെയ്യുന്നത് ഒരു നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം ഇനി ചെയ്യുമ്പോൾ. ഇപ്പോൾ ഹ്യൂമറസ് ആയിട്ടുള്ളതല്ലേ കൂടുതലും ചെയ്തിരിക്കുന്നത്. ഹ്യൂമറും സെന്റിമെന്റ്സും ഒക്കെ വരുന്ന കഥാപാത്രങ്ങൾ ചെയ്യണം. ഹ്യൂമറിലൂടെ സെന്റിമെന്റ്സ് ഒക്കെ ചെയ്യാൻ എന്നാ ബുദ്ധിമുട്ടാണെന്നറിയാവോ? പിന്നെ അത് നല്ല പ്രയാസമുള്ള കാര്യമാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട് സീരിയലിൽ. കാരണം കഴിഞ്ഞ ഒരു സീരിയൽ മിസ്സസ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ സീരിയൽ ഞാൻ 18 വർഷം കൂടി ഒരു സീരിയൽ ചെയ്ത ഹിറ്റായിരുന്നു. ഇവിടെ സീ കേരളത്തിൻ്റെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സീൻ ചെയ്ത സമയത്ത് ഒരു ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, പൊന്നമ്മ ചേച്ചി ചെയ്യുന്ന വേഷം ചേച്ചി പോകുന്ന ഒരു നൂൽപ്പാലത്തെ കൂടെയാണ്. ആ നൂൽപ്പാലം ഇങ്ങോട്ട് പോയാൽ ചേച്ചി എന്ന റോള് തെന്നി മാറും. പക്ഷെ ചേച്ചി അത് കറക്റ്റായിട്ട് ആ മീറ്റർ പിടിച്ച് പോകുന്നുണ്ടെന്ന്. കാരണം അതിനകത്തെന്ന് പറയുന്നത് നല്ല സ്നേഹമുള്ള ഒരമ്മ. എന്നിട്ട് അതുപോലെ ഇപ്പോൾ എൻ്റെ പറയണ ഒരു കുടുംബത്തെ നയിക്കുന്ന ഒരമ്മ, അത്യാവശ്യം മക്കളെയൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പോകുന്ന നല്ലൊരമ്മ, അത്യാവശ്യം ഹ്യൂമറുണ്ട്, പവറുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു അമ്മയായിരുന്നു. അപ്പോൾ ആ അമ്മയിലെല്ലാം വന്നു. 300 എപ്പിസോഡ് പോയത്. ആ സമയത്ത് കുറച്ച് പടങ്ങൾ എനിക്ക് വന്നു കേട്ടോ. അപ്പോൾ അതും എനിക്ക് പ്രശ്നമായി. കാരണം ഈ സീരിയലിൽ പോയപ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ചു ഞാൻ സിനിമയെ വിളിച്ചാൽ കിട്ടത്തില്ല, ഞാൻ സീരിയലിലോട്ട് പോയെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സീരിയൽ അവിടെ ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പോൾ ആഷിക്കിൻ്റെ റൈഫിൾ ക്ലബ്ബ് ചെയ്തത്. ഇനി നല്ല സിനിമകൾ തന്നെ മുന്നോട്ട് പോകണം. സീരിയലും നല്ലതാണെങ്കിൽ അത് കാരണം മിനി സ്ക്രീനിലും എനിക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല. കാരണം എൻ്റെ കോമഡിയും എൻ്റെ മറ്റുള്ള വ്യത്യസ്തമായ വേഷങ്ങളും ഞാൻ ചെയ്ത് കാണിച്ച മേഖല മിനി സ്ക്രീനാണ്. അവിടെ നിന്നാണ് എന്നെ ബിഗ് സ്ക്രീനിലോട്ട് ആൾക്കാർ എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് മിനി സ്ക്രീനെ തള്ളി ഞാൻ പറയത്തില്ല. അതുകൊണ്ട് നല്ല എനിക്ക് അട്രാക്ഷൻ തോന്നിയ ഇത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഇത് ഞാൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞൊരു മെയിൻ വരുന്ന ഒരു സംഭവമാണ്. തീർച്ചയായും ഞാൻ സീരിയൽ ഒരെണ്ണം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് പടം കൂടെ ചെയ്യണമല്ലോ, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ സീരിയലുകാരോട് പറഞ്ഞ ഒരു കാര്യമാണ് അത്. ആ കാര്യം നമ്മൾ സിനിമാക്കാരുടെ അടുത്ത് പറഞ്ഞാൽ വഴക്ക് പറയും, ഓടിക്കും. ജോഷി സാറൊക്കെയാണെങ്കിൽ ഓടിക്കും എന്നെ സീരിയലിൽ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ സാറിനോടൊന്നും സീരിയലിൻ്റെ ഡേറ്റ് ചോദിക്കാനേ പറ്റില്ല പോയിട്ട്. അത് സമയത്ത് സീരിയലുകാരോട് പറയുവാണ്, അതെ
സീരിയലൊക്കെ ഞാൻ അഭിനയിക്കാം. ഉം. എനിക്ക് ജോലി സാറിൻ്റെ ഒരു 15 ദിവസത്തെ ഒരു 10 ദിവസത്തെ ഡേറ്റൊക്കെ പടം വരും. ഒന്നൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം. അതിനെന്താ ചേച്ചി, തീർച്ചയായും അഡ്ജസ്റ്റ് ചെയ്യും. ചേച്ചി പോയി പടം ചെയ്യും. അത് ഇവിടെ നമ്മൾ സീരിയലുകാർ അഡ്ജസ്റ്റ് ചെയ്യാം. അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. സിനിമാക്കാർ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. അവർക്ക് ആ ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റ് പക്കയായിരിക്കണം. പിന്നെ ഇവരോട് പറഞ്ഞാൽ ഇവർ പിന്നെ അത് അങ്ങോട്ട് തള്ളി എങ്ങോട്ടെങ്കിലുമൊക്കെ കഥ മാറ്റിയും മരിച്ചൊക്കെ അവരങ്ങോട്ട് കൊണ്ടുപോയിക്കൊള്ളൂ. അങ്ങനൊരു കാര്യമുണ്ട്. ഞാൻ ആ ഹിറ്റ്ലർ ചെയ്യുന്ന സമയത്ത് ഞാൻ 1-2 സിനിമകൾ ചെയ്തായിരുന്നു. ഇതുപോലെ തന്നെ ആ ഡേറ്റൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആക്കി. സുനിൽ ദേവിക്കോടായിരുന്നു അതിൻ്റെ ഡയറക്ടർ. ഓക്കെ. അതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മുടെ പ്രസാദ് പണിക്കരായിരുന്നു. പ്രസാദ് പണിക്കർ നല്ല ഗുഡ് റൈറ്ററാണ്. അദ്ദേഹം മലയാള സിനിമയ്ക്ക് ഒരു സിനിമയിലോട്ട് പുള്ളി ഒരു സിനിമ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. സിനിമയിൽ വന്ന പുള്ളി നല്ലൊരു റൈറ്ററായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരാളാണ് പ്രസാദ് പണിക്കരെ. ഇപ്പം ഈ നാടകവും സിനിമയും സീരിയലും ഇപ്പം ഇതെല്ലാം കൂടെ ചെയ്യുന്നതിൽ ഏറ്റവും പാടായിട്ട് പനമ ചേച്ചിക്ക് തോന്നിക്കുന്നത്? എല്ലാം പാടാ മോളെ. പാടും നാടകം തന്നെയാണ്, ലൈവ് അല്ലേ. അതെ. ഇതൊക്കെ നമുക്ക് തെറ്റിയാൽ നമുക്ക് എടുക്കാമല്ലോ. നാടകത്തിൽ തെറ്റിയാൽ അവിടെ നിന്ന് എറിയും കല്ലെടുത്തിട്ട് ഏറ് വരും. ഒരു ദിവസത്തോടെ ഏറും ചീമൊട്ടയൊക്കെ ഏറിങ്ങി വരുന്നത്. ഞാനൊക്കെ നാടകം കളിക്കുന്ന പോലെ ഒന്നും അല്ല. ഇപ്പൊ നാടകങ്ങളെ കാണാൻ ആളില്ല. ഞാനൊക്കെ കളിക്കുമ്പോൾ ഉത്സവപ്പറമ്പ് നിറഞ്ഞ് ജനലക്ഷങ്ങളാണ് നിൽക്കുന്നത്. ഇവിടെ 92-ലും 3-ലും ഒക്കെ നാടകം ഞാൻ കളിക്കുമ്പം ഡബിള് ട്രിപ്പിള് എത്ര നാടകം കളിച്ചിരിക്കുന്നു. 300-400 നാടകം ഒരു വർഷം. ഒന്ന് ആലോചിച്ച് നോക്ക്. നവതാര ഒന്ന് നമ്മുടെ അക്ഷയമാനസം, രണ്ട് വേറൊരു സിനിമ അക്ഷയമാനസവും വേറൊരു നാടകമുണ്ട് അൽപ്പി രംഗമാഷിൻ്റെ. ഞാൻ 2 നാടകവും ഭയങ്കര ഇതായിരുന്നു. പിന്നെ നമ്മുടെ ഏറ്റുമാനൂർ സുരഭിലയുടെ തന്നെ നാടകങ്ങൾ, എൻ്റെ ഹസ്ബൻഡ് സമിതി ഉണ്ടായിരുന്നു. സുരഭിലയുടെ നാടകങ്ങളൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 15 ദിവസം റിഹേഴ്സലെടുത്ത് അത് ഫൈനൽ റിഹേഴ്സലിട്ടതിന് ശേഷമാണ് നമ്മൾ തട്ടയിലോട്ട് കയറുന്നത്. അവിടെ ഒരു എഡിറ്റിങ്ങോ പരിപാടിയോ ഒന്നുമില്ല. ഒരു സാധനം തെറ്റാൻ പാടില്ല. പഠിച്ച് നല്ല ക്ലാരിറ്റിയോടെ നല്ല സ്ഫുടതയോടെ വേണം നാടകം ചെയ്യാൻ. നമ്മുടെ വോക്കലിന് കുറച്ചൊന്ന് നമുക്ക് സ്ഫുടത വേണം. പിന്നെ ഒന്ന് വെച്ചാൽ നമുക്ക് സിനിമയ്ക്കുള്ളിൽ ഒരു സ്ഫുടത നമ്മൾ പറയുന്ന സമയത്ത് കുറച്ച് കുഴഞ്ഞായാലും കുഴപ്പമില്ല. അത് നമുക്ക് ഡബ്ബിങ് പിടിക്കാം. നമുക്ക് ഈ നാടകത്തിൽ ഡബ്ബിങ് ഇല്ല, നമുക്ക് വേറൊന്നുമില്ല. അത് ലൈവായിട്ട് തന്നെ നമ്മൾ നാടകം ചെയ്യണം. അത് ഭയങ്കര എക്സ്പീരിയൻസുമാണ്. കാരണം നാടകം നമുക്ക് പിന്നെ സ്റ്റേജൊന്നും എനിക്ക് വിഷയമല്ല. കാരണം സ്റ്റേജിലൊക്കെ ലക്ഷക്കണക്കിനും ആൾക്കാരുടെ മുന്നിൽ നിന്ന് നമ്മൾ നാടകം ചെയ്തുകൊണ്ട് എനിക്കൊരു ടെൻഷനൊന്നുമില്ല. ഏത് സ്റ്റേജിൽ നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ ഞാൻ സ്റ്റേജ് ഷോസൊക്കെ ഞാൻ പോകാത്ത രാജ്യമുണ്ട്. ഷോസുകൾ എല്ലാ രാജ്യവും കവർ ചെയ്തില്ലേ സ്റ്റേജ് ഷോസുകൾ. അത് ഞാൻ ഹ്യൂമർ ചെയ്തുകൊണ്ടാണ് പോയത്, അത് വേറെ കാര്യം. പക്ഷെ സ്റ്റേജ് എനിക്ക് സ്റ്റേജ് ഭയങ്കര ഹരവാണ്, ഇഷ്ടമാണ്. എനിക്ക് സ്റ്റേജിൽ പോവുക, പെർഫോം ചെയ്യുക, നല്ല എക്സ്പീരിയൻസ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നാടകവും സീരിയലും സിനിമയും ഏതാണ് പാടെന്ന് ചോദിച്ചാൽ ഡാൻസ് പിന്നെ ഞാൻ 3 വയസ്സ് മുതലേ നൃത്തം കളിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഇവിടെ കിടന്ന് കുറെ ആരും കാണാൻ ഇടയ്ക്ക് എന്നോട് മക്കൾ പറയും മമ്മിക്ക് അറിയാവുന്നല്ല എത്ര പേര് ഇരുന്ന് ഡാൻസ് ചെയ്യുന്നു. മമ്മിക്ക് ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഡാൻസ് കളിച്ച് മമ്മിക്ക് നമ്മുടെ ഞാനതൊക്കെ ഇടുന്നു. ഞാനിപ്പോൾ യൂട്യൂബ് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ അതിനോട് എനിക്ക് സമയം കിട്ടിയില്ല ഒന്ന് കണ്ടന്റ് കയറ്റിയിടാൻ വേണ്ടിയിട്ടേ. എൻ്റെ വേറൊരെണ്ണം ഉള്ളതല്ല, ഇപ്പം പുതിയതൊരെണ്ണം തുടങ്ങി. പൊന്നമ്മ ബാബു @gmail.com എന്ന് പറഞ്ഞു. അതിൻ്റെ കണ്ടന്റ് വ്യത്യസ്തമായി. അതിനകത്ത് ഞാൻ കൊടുക്കുന്നത് കോമഡി, ഡാൻസ്, നമ്മുടെ പാട്ട്, കുക്കിങ് എല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. നമുക്ക് ഏതാണ് ഇഷ്ടം സമയമുള്ളത് അതനുസരിച്ച് നമ്മൾ ഒരു ചെറിയ റീല് പോലെ ചെയ്യുന്നത്. ഒത്തിരി സമയമൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ കൽക്കട്ടയ്ക്ക് പോയ സംഭവം അതെല്ലാം ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നതേ. എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് എല്ലാം വെച്ചിരിക്കുക. ഞാൻ തന്നെ തമ്മേനൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ ഫോട്ടോ ഒക്കെ ശരി ഞാൻ പഠിച്ചു. അതൊക്കെ അറിയാവുന്ന ആളെ വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഇതെങ്ങനെ പഠിപ്പിച്ചേ. കാരണം നമ്മളിത് ഒരാളെ ഏൽപ്പിച്ച് ഒരു സംഭവമാണ്. പക്ഷെ അത് ഏൽപ്പിച്ചിട്ട് എനിക്ക് അത്ര ഒരു ആയില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഞാൻ തന്നെ കൊണ്ടുപോകാം. പിന്നെ ഞാൻ വിചാരിച്ചത് എനിക്കൊരു ലൈവ് പോകണം ഫേസ്ബുക്ക്. ഞാൻ പോയിട്ടില്ല ഇതിന് ശേഷം. ഇരുന്നിട്ട് വേണ്ട നമുക്ക് ലൈവ് പോകാൻ. ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർക്ക് അറിയില്ലല്ലോ, എല്ലാവരും ഒന്ന് അറിയിക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക. എനിക്കറിയാം പറയാൻ പറ്റത്തില്ല നാളെ മുതൽ ചാനലൊക്കെ ഉണ്ടാവുകയുള്ളൂ, എന്തൊക്കെ ഉണ്ടാവും. ഇങ്ങനെയല്ല പോകുന്നത് കാലം. ഇപ്പൊ ഏതോ ഒരു ഷോയിൽ ജയറാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഓർണമെന്റ്സിനെ വെച്ചിട്ട്. ഇന്ന് സാരി ഞാൻ എല്ലാ ഇന്റർവ്യൂസിൽ ചുരിദാർ ഇട്ടുണ്ട്, പക്ഷെ ഭാഗ്യത്തിന് ചേച്ചി ഇന്ന് സാരി കല്യാണം എന്നൊക്കെ പറഞ്ഞ് ജയറാം വർണ്ണിക്കണുണ്ടായിരുന്നു. ഇപ്പം എപ്പോഴും ചേച്ചിക്ക് ഒരു പൊട്ടുണ്ട്, എപ്പോഴും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കോസ്റ്റ്യൂംസ് ഒക്കെ എനിക്ക് എൻ്റെതായ ഒരു ടൈപ്പുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഞാൻ ഇടുന്നത്. ഞാൻ കുർത്ത പോലത്തെ ഡ്രസ്സുകളാണ് ഇടുന്നത്. പിന്നെ കഴുത്തും ഇവിടം വരെയുള്ള ഡ്രസ്സാണ് ഇടുന്നത്. തുറന്ന കഴുത്തിൻ്റെ ഇടാറില്ല. വല്ലപ്പോഴും ഇടാറൊക്കെ ഉണ്ട്, വല്ലപ്പോഴും എങ്ങാനും.
കഴുത്ത് വെട്ടി മക്കൾ പറയും 1-2 ബ്ലൗസ് ചുരുന്ന അങ്ങനെ കുർത്ത കഴുത്ത് ഇങ്ങനെ വട്ടത്തിൽ തയ്ക്കാനും ഞങ്ങളാണ് തയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ എനിക്കെപ്പോഴും ഇങ്ങനെ ഒരു അടക്കം ഒതുക്കമുള്ള ഒരു ഡ്രസ്സ് ഇട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ പോകാനും ഇങ്ങനെ ഇരിക്കാനും ഒക്കെയാണ് ഇഷ്ടം. പിന്നെ സാരി കൊടുത്തു പറഞ്ഞാൽ ഞാനീ കണ്ട ഇൻട്രൂസ് എല്ലാം കൊടുത്തത് ഈ നമ്മുടെ റൈഫിൾ ക്ലബ്ബിൽ തന്നെ കുറേ ഇൻട്രൂസ് പലയിടത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ വിളിക്കുമ്പോൾ ഈ കുർത്ത ഇട്ടുള്ള പോയി ഇൻട്രൂ കൊടുക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സാരി കൊടുത്ത് ഇരിക്കുക എപ്പോഴും തന്നെ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിലാട്ടോ ചേച്ചി കുറേ നേരം എടുത്ത് അതെ അതെ അത് വേറൊരു പരിപാടി വെച്ചത് ക്യാൻസൽ എന്ന് കേട്ടപ്പോഴാണ് പെട്ടെന്ന് സാരിയിലോട്ട് മാറിയ. അല്ല ഞാൻ കുർത്തേക്കിട്ട് പോയിട്ട് വന്നിരിക്കുള്ളായിരുന്നു ഞാൻ. അപ്പോൾ സാരി ഉടുത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ഈ സാരി ഉടുത്തിട്ടുമില്ല എന്നാൽ ഇവനെ അങ്ങോട്ട് ഉടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഉടുത്തതാ. സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനി 25-ാം തീയതി ക്രിസ്മസ് ഒക്കെ അടിച്ചു വിളിക്കുക. വെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ക്രിസ്മസ് നാളുകളിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. പ്രേക്ഷകരെല്ലാം പോയി തിയേറ്ററിൽ പോയി കാണണം. നമ്മുടെ ഈ പടമൊക്കെ വിജയിപ്പിക്കണം. അത് ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഞാൻ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്.